ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു SAP ലാബ് മലയാളം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്കൗണ്ട്സ് റിസീവബിളിലെ പാർട്ട് 4 സെഷനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അക്കൗണ്ട്സ് റിസീവബിളിലെ സെയിൽസ് ഇൻവോയ്സും അതിൻ്റെ പേയ്മെൻറ്റ് സെക്ഷനും ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. പാർഷ്യൽ പേയ്മെൻറ്റും ഫുൾ പേയ്മെൻറ്റും എങ്ങനെ റിസീവ് ചെയ്യുന്നു എന്നും എങ്ങനെ പോസ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. ഇനി ഉള്ള ഒരു പെൻഡിങ് ടോപ്പിക്ക് ഇനി ക്രെഡിറ്റ് മെമ്മോയാണ്, കസ്റ്റമർ ക്രെഡിറ്റ് മെമ്മോയാണ് നമുക്ക് പഠിക്കാനുള്ളത്. കസ്റ്റമർ ക്രെഡിറ്റ് മെമ്മോ മീൻസ് സെയിൽസ് റിട്ടേൺ ആണ്. സെയിൽസ് റിട്ടേൺ എങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ക്രെഡിറ്റ് മെമ്മോ സെയിൽസ് റിട്ടേണിൻ്റെ കോഡ് FB75 ആണ്. അപ്പോൾ നമുക്കതിന് മുമ്പേ ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം സോൾഡ് ഗുഡ്സ് ടു HP പ്രൈവറ്റ് ലിമിറ്റഡ് 70,000, റിട്ടേൺഡ് ഗുഡ്സ് ഫ്രം HP ₹28,000. അതായത് സോൾഡ് ഗുഡ്സ് ടു HP പ്രൈവറ്റ് ലിമിറ്റഡിന് 70,000 രൂപയുടെ ഗുഡ്സ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം അവർ കുറച്ച് ഗുഡ്സ് 28,000 രൂപ വിലയുള്ള ഗുഡ്സ് അവർ റിട്ടേൺ ചെയ്തു. അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങളായിട്ട് നമുക്ക് പഠിക്കാം. പിന്നീട് അതിന് ശേഷം ഇതിൻ്റെ തന്നെ വളരെ വലിയ ലെവൽ പഠിക്കാനുണ്ട് റിട്ടേൺസിനകത്ത് തന്നെ. അതായത് ഇപ്പം നമ്മൾ ബേസിക്കായിട്ട് ഇത് രണ്ടും പഠിച്ചാൽ മതി. കൂടാതെ അവർ റിട്ടേൺ ചെയ്തതിന് ശേഷം അവർ പുതിയ ഗുഡ്സിന് അതിനെ റീപ്ലേസ് ചെയ്ത് തരാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യും. അപ്പം ഇവിടുന്ന് റിട്ടേൺ ഗുഡ്സൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് പഠിക്കേണ്ട. നമുക്കിപ്പം എങ്ങനെ റിട്ടേൺ ഗുഡ്സ് ചെയ്യുന്നത് മാത്രം പഠിക്കാം. ക്രെഡിറ്റ് മെമ്മോ എങ്ങനെയാണെന്ന് മാത്രം നമുക്ക് പഠിക്കാം. അപ്പോൾ സോൾഡ് ഗുഡ്സ് ടു HP പ്രൈവറ്റ് ലിമിറ്റഡ് 70,000. അപ്പോൾ നമുക്ക് ആദ്യം ഒരു സെയിൽ ചെയ്യാം. അതിനുശേഷം അതിൻ്റെ ഗുഡ്സ് എങ്ങനെ റിട്ടേൺ ചെയ്യുന്നതെന്ന് കൂടെ നോക്കാം. റിട്ടേൺ ചെയ്യുന്നത് എങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ FB75 ആണ് അതിൻ്റെ കോഡ്. FB75 ആണ് റിട്ടേണിൻ്റെ കോഡ്. ആദ്യം നമുക്ക് സെയിലിൻ്റെ കോഡ് അറിയാമല്ലോ, FB70 ആണ്. ആദ്യം നമുക്ക് സെയിൽ ചെയ്യാനുള്ള കോഡ് FB70 ആണ്. അതിനുശേഷമാണ് ക്രെഡിറ്റ് മെമ്മോ വരുന്നത് 75. അതിന് രണ്ടാമത്തെ കോഡാണ് FB75. ഫസ്റ്റ് FB70. കസ്റ്റമർ സെലക്ട് ചെയ്യുക, HP പ്രൈവറ്റ് ലിമിറ്റഡ്, ഡേറ്റ് കൊടുത്തു, എമൗണ്ട് 70,000. സോൾഡ് ഗുഡ്സ് ടു HPക്ക് 70,000 രൂപയുടെ ഗുഡ്സ് സെയിൽ ചെയ്തു. സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം എമൗണ്ട് കൊടുക്കുക. സ്റ്റാർ ചെയ്താൽ മതി, അല്ലെങ്കിൽ 70,000 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടെക്സ്റ്റ് കോപ്പി ചെയ്യാനായിട്ട് പ്ലസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ബിസിനസ് ഏരിയ KL02, ദെൻ എൻ്റർ ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്ക് പോസ്റ്റ് ചെയ്യാം. സിമുലേറ്റ് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ സിമുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, HP പ്രൈവറ്റ് ലിമിറ്റഡ് അക്കൗണ്ട് ഡേറ്റ ടു സെയിൽസ്, ദെൻ പോസ്റ്റ്. അപ്പം സെയിൽസ് ഇൻവോയ്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേക്കകത്ത് സെയിൽസ് ഇൻവോയ്സ് പോസ്റ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഡോക്യുമെൻ്റ്, അതിൻ്റെ ഡെബിറ്റ് പോർഷൻ ക്രെഡിറ്റ് പോർഷൻ നമുക്ക് കാണാൻ പറ്റും. ജേണൽ എൻട്രിയുടെ പോസ്റ്റിംഗ് കീ 01 എന്ന് പറയുമ്പോൾ കസ്റ്റമർ ഇൻവോയ്സ് ആണ്. 50 സെയിൽസ് അക്കൗണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ അവർ 28,000 രൂപയുടെ ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്നത് നമുക്ക് അസ്യൂം ചെയ്ത് ഇതെങ്ങനെ നമ്മുടെ ബുക്സിൽ എൻ്റർ ചെയ്യുന്നത് നോക്കാം. നമ്മുടെ SAPയിൽ എൻ്റർ ചെയ്യുന്നത് നോക്കാം. റിട്ടേൺഡ് ഗുഡ്സ് ഫ്രം HP ₹28,000. 28,000 രൂപയുടെ ഗുഡ്സ് അവർ റിട്ടേൺ ചെയ്തു. അത് നമുക്ക് എങ്ങനെ SAPയിൽ എൻ്റർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിൻ്റെ കോഡാണ് FB75.
/FB75. ഓക്കെ, ഇത് തന്നെയാണ് കോഡ്. ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റർ കസ്റ്റമർ ക്രെഡിറ്റ് മെമ്മോ. ഇപ്പോൾ ഇവിടെയും ട്രാൻസാക്ഷൻ ക്രെഡിറ്റ് മെമ്മോ വന്നിട്ടുണ്ട്. നേരത്തെ അവിടെ ഇൻവോയ്സ് ആയിരുന്നു. ഇപ്പം ഈ കോഡ് എടുത്തപ്പോൾ അത് ക്രെഡിറ്റ് മെമ്മോ ആയി. ഇവിടുന്ന് കസ്റ്റമറിനെ സെലക്ട് ചെയ്യുക. സെയിം കസ്റ്റമർ തന്നെ. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് ബാലൻസ് ഒന്ന് നോക്കാം. ഇത് ചെയ്യുന്നതിന് മുമ്പേ FBL5 എന്നുള്ളതാണ് കസ്റ്റമർ ലൈൻ ഐറ്റം ഡിസ്പ്ലേ. അപ്പോൾ അവിടെ ഓൾ ഐറ്റംസിനകത്ത് നമുക്ക് ബാലൻസ് ഒന്ന് നോക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു പോസ്റ്റിംഗ് വന്നിട്ടുണ്ട്. DR എന്ന് പറഞ്ഞുകൊണ്ട് 70,000. ഓക്കെ, ഇപ്പോൾ ഈ 70,000 നമുക്ക് കിട്ടാനുള്ള തുകയാണ്. ഇനി അവരുടെ സെയിൽസ് റിട്ടേൺ ഇതിനകത്തിൽ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പം നമ്മൾ FB75 കോഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കസ്റ്റമറിനെ സെലക്ട് ചെയ്യുന്നു. HP തന്നെയാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. HP ആണ് നമ്മൾ റിട്ടേൺ ചെയ്തത് നമ്മുടെ SAP സിസ്റ്റത്തിൽ എൻ്റർ ചെയ്യുന്നത്. HP 28,000 അല്ലേ? ഓക്കെ, അതെ, 28,000 എമൗണ്ട് ഗുഡ്സ് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. റിട്ടേൺ ഗുഡ്സ് HP. ദെൻ ഇവിടെ സെയിൽസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്ത് കൊടുക്കുക. എമൗണ്ട് സ്റ്റാർ ചെയ്ത് കൊടുക്കുക. ടെക്സ്റ്റ് പ്ലസ് ചെയ്ത് കൊടുക്കുക. ബിസിനസ് ഏരിയ KL02. ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് നോക്കുക. ഓക്കെ, എമൗണ്ടും ടെക്സ്റ്റും എല്ലാം കോപ്പി ആയിട്ടുണ്ട്. ദെൻ സിമുലേറ്റ് ചെയ്യണമെങ്കിൽ സിമുലേറ്റ് ചെയ്ത് നോക്കാം. ദെൻ പോസ്റ്റ് ചെയ്യാം. അതിന് ഡോക്യുമെൻ്റ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് കണ്ടോ. ഇപ്പോൾ ഇവിടെ പോസ്റ്റിംഗ് കീ 11 പറഞ്ഞിട്ട് വന്നു. 11 എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് ആണത്. ക്രെഡിറ്റ് മെമ്മോ 40 എന്ന് പറയുന്നത് ഡെബിറ്റ് എൻട്രി ആണ്, സെയിൽസ് അക്കൗണ്ട്. അപ്പോൾ സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു HP. സാധാരണ സെയിൽ ചെയ്യുമ്പോൾ ഉള്ളതെന്ന് പറയുമ്പോൾ HP പ്രൈവറ്റ് ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവരുടെ ബാലൻസ് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം ഇവിടെ 70,000 ആണ് കാണിക്കുന്നത്. ഇത് നമുക്കൊന്ന് ലിസ്റ്റ് എടുത്ത് അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേന്, റീഫ്രഷ് കൊടുക്കുമ്പോഴത്തേന് ആ എമൗണ്ട് അവിടെ കുറേന്ന് കാണാം. കണ്ടോ, അത്രയും ഗുഡ്സ് റിട്ടേൺ ചെയ്തു. ഓക്കെ, 70,000 രൂപയുടെ ടോട്ടൽ സെയിലായിരുന്നു. 28,000 രൂപയുടെ ഗുഡ്സ് റിട്ടേൺ ചെയ്തപ്പോൾ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. അത്രയും ഗുഡ്സ് അക്സെപ്റ്റ് ചെയ്തിട്ട് ഇനി അവർക്ക് നമുക്ക് തരാനുള്ള പൈസ 42,000 രൂപയാണ്. ഇത് 42,000 രൂപ വരെ എപ്പോൾ തരുന്നോ അതിൻ്റെ അത് നമ്മൾ F-28 സെറ്റിൽ ചെയ്യും. ആ അക്കൗണ്ട് സെറ്റിൽ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്തിലിപ്പോൾ പഠിക്കാനുള്ളത് എങ്ങനെ ക്രെഡിറ്റ് മെമ്മോ പോസ്റ്റ് ചെയ്യുന്നത് മാത്രമാണ്. സെറ്റിൽമെൻറ്റ് നമുക്കറിയാമല്ലോ. F-28 ഈ 42,000 രൂപ അവർ ക്യാഷ് തരുമ്പോൾ അങ്ങ് പോസ്റ്റ് ചെയ്താൽ മതി. അത് എളുപ്പമാണ്. ഒന്നുകൂടെ ഞാൻ ക്രെഡിറ്റ് മെമ്മോടെ കാണിച്ചു തരാം. അടുത്തൊരു ട്രാൻസാക്ഷനും കൂടിയുണ്ട്. സോൾഡ് ഗുഡ്സ് ടു ഫോക്സിൻ. 25,000 രൂപയുടെ ഗുഡ്സ് സെയിൽ ചെയ്യുന്നു. അതിനുശേഷം റിട്ടേൺ ഗുഡ്സ് ഫ്രം ഫോക്സിൻ 7,400. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫോക്സിന് 25,000 രൂപയുടെ ഗുഡ്സ് സെയിൽ ചെയ്യാം. FB70. അവിടുന്ന് ഫോക്സിന് എടുക്കുക. ഇൻവോയ്സ് ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് കൊടുക്കണം. ദെൻ എമൗണ്ട് 25,000. സോൾഡ് ഗുഡ്സ് ടു ഫോക്സിൻ. ദെൻ സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ എമൗണ്ട് സ്റ്റാർ ചെയ്ത് കൊടുക്കുക. ടെക്സ്റ്റ് ടാബ് ചെയ്ത് കൊടുക്കുക. ടെക്സ്റ്റ് പ്ലസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ എമൗണ്ടും
കോപ്പി ചെയ്യാനായിട്ടാണ് സ്റ്റാർ, ടെക്സ്റ്റ് കോപ്പി ചെയ്യാനായിട്ട് പ്ലസ്, എല്ലാം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. ദെൻ ബിസിനസ് ഏരിയ KL02 ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് നോക്കുക. ഓക്കെ, രണ്ട് സൈഡിലും എമൗണ്ട് ഈക്വൽ ആണ്. ദെൻ പോസ്റ്റ് ചെയ്യുക. 25,000 രൂപ പോസ്റ്റ് ആയിട്ടുണ്ട്. 25,000 രൂപയുടെ സെയിൽസ് പോസ്റ്റ് ആയിട്ടുണ്ട്. കസ്റ്റമർ ഇൻവോയ്സ് പോസ്റ്റ് ചെയ്തു. ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലിസ്റ്റിനകത്ത് റീഫ്രഷ് എടുക്കാമെങ്കിൽ ഫോക്സിൻ്റെ അക്കൗണ്ട് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഫോക്സിന് DR, അതായത് കസ്റ്റമർ ഇൻവോയ്സ് കാണിക്കുന്നത് 25,000 രൂപയാണ്. ഇനി ഫോക്സിനൊരു കുറച്ച് ദിവസത്തിന് ശേഷം നമുക്ക് കുറച്ച് ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഡാമേജ് ഇടുന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ അത് റിട്ടേൺ ചെയ്യുന്നു. റിട്ടേൺ പോളിസിയൊക്കെ ഉള്ളതാണെങ്കിൽ അവരുടെ കാരണങ്ങളെല്ലാം നമ്മളെ അറിയിച്ചിട്ടായിരിക്കും അത് റിട്ടേൺ ചെയ്യുന്നത്. 7,400 രൂപയുടെ ഗുഡ്സാണ് ഫോക്സിൻ റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കോഡ് FB75. അവിടെ ഫോക്സിനെ സെലക്ട് ചെയ്യുക. ദെൻ ഡോക്യുമെൻ്റ് ഡേറ്റ്, ഞാനല്ല ഇന്നത്തെ ഡേറ്റ് ഇട്ട് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ റിയൽ ടൈമിലോട്ട് വരുമ്പോൾ ഇത് ഒരുപാട് വ്യത്യാസം വരും. ഒരാഴ്ച ഒരു മാസമൊക്കെ ഗ്യാപ്പ് വരും. അപ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനെ ചെയ്ത് പഠിക്കാൻ പറ്റത്തില്ല, എഡ്യൂക്കേഷൻ പർപ്പസ് ആയതുകൊണ്ട്. അപ്പോൾ എല്ലാം അസ്യൂം ചെയ്ത് തന്നെ ചെയ്യുക. 14,000 7,400 റിട്ടേൺ ഗുഡ്സ് ഫ്രം ഫോക്സിൻ. ദെൻ സെയിൽസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്ത് കൊടുക്കുക. എമൗണ്ട് സ്റ്റാർ ചെയ്ത് കൊടുക്കുക. ടെക്സ്റ്റ് പ്ലസ് ചെയ്ത് കൊടുക്കുക. ബിസിനസ് ഏരിയ സെറ്റ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് നോക്കുക. ദെൻ പോസ്റ്റ് ചെയ്യുക. ഡോക്യുമെൻറ്റ്സിനകത്ത് ഡിസ്പ്ലേ എടുക്കാമെങ്കിൽ ഡോക്യുമെൻറ്റ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഓക്കെ, നമുക്കിനി FBL5 എടുത്ത് കസ്റ്റമർ ലൈൻ ഐറ്റം ഡിസ്പ്ലേയിനകത്ത് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഈ 25,000 എമൗണ്ട് അപ്ഡേറ്റ് ആയെന്ന് നോക്കാം. ഇപ്പോൾ ഡ്യൂ എമൗണ്ടാണ് അപ്ഡേറ്റ് ആവുന്നത്. ഓക്കെ, അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇനി 17,600 രൂപയാണ് നമുക്ക് കിട്ടാനുള്ളത്. അപ്പം ഗുഡ്സ് അവർ റിട്ടേൺ ചെയ്തുകൊണ്ട് അത്രയും ഗുഡ്സ് നമ്മുടെ ടോട്ടൽ ഡ്യൂവിനകത്ത് നിന്ന് കുറയ്ക്കും, ഡിഡക്റ്റ് ചെയ്യും. ഇനി ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ കസ്റ്റമർ ക്രെഡിറ്റ് മെമ്മോയ്ക്കകത്ത് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. SI പഠിക്കാൻ താല്പര്യമുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.